കാണുന്ന വീടാണ് രാഹുൽ ടിയുടെ വീട്. അതിന്റെ തൊട്ടപ്പുറത്ത് മനുശങ്കറിന്റെ വീട്. മനസ്സിലായി. പക്ഷെ ഞാൻ മനസ്സിലായ ആ മഞ്ഞ വീടാണ് രാഹുൽ ടിയുടെ വീട് നിർത്തിയിരിക്കണേ. മനസ്സിലായി. പക്ഷെ നമ്മ എന്തിനാണ് ഈ ഉമ്മാരുടെ വീടിന്റെ ഫ്രണ്ടിൽ കിടന്ന് പരിഗണനയാണ് എനിക്ക് ഇപ്പൊ മനസ്സിലാവാത്തത്. ആ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. നമ്മ ജെയിംസിന്റെ ഉള്ളിലോട്ട് പോണ വഴി തെറ്റി ഇങ്ങാട് വന്നതാ. ഇപ്പൊ മനസ്സിലായടാ. പക്ഷെ എനിക്ക് മനസ്സിലായ നമ്മ വഴി തെറ്റാൻ പോയപ്പോഴേ കാര്യം മനസ്സിലായി. നമ്മുടെ വഴി തെറ്റാൻ പോണേന്ന് മനസ്സിലായി. നീ പക്ഷെ എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? അതാണ് എനിക്ക് ഇപ്പൊ മനസ്സിലാകാത്ത. അത് ഞാൻ നിന്നോട് പറയാൻ വന്നപ്പോഴേക്ക് നീ എന്നോട് എന്താണ്ടൊക്കെ മനസ്സിലായെന്ന് വെച്ച് അപ്പോഴേക്ക് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ മറന്നും പോയി. മനസ്സിലായി. അത് കേട്ടാ മതി. നമുക്കെങ്കിലും പറയണ കാര്യം തമ്മി മനസ്സിലാവണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അതെനിക്ക് നേരത്തെ മനസ്സിലായി. പക്ഷെ ഇപ്പൊ ഓർത്തപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എന്ത് മനസ്സിലായെന്ന്? നീ കാര്യം പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ നമ്മേ സർവത്ത് കുടിക്കണതിന് മുമ്പേ നമ്മുടെ ഈ സൈക്കിൾ ഉണ്ടായിരുന്നു. ഇപ്പൊ മനസ്സിലായി. സൈക്കിൾ അവിടെ വെച്ച് മറന്ന് വെറുതെ അല്ലേ വഴി തെറ്റിയത്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. നമ്മ നൈസായിട്ട് കട്ടാണെന്ന് എനിക്ക് ചെറിയൊരു അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഉള്ള കാര്യം പറയാലോ മച്ചാ, തുടക്കം മുതൽ മച്ചാൻ പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. സത്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. നീ എന്താണ് ഇപ്പൊ ഇങ്ങനെ പറയണതെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവണില്ല. മനസ്സിലായില്ലെങ്കിൽ ആദ്യം പറയണ്ട പന്നി. ഇത്ര നേരം ഞാൻ മനസ്സിലായെന്ന് വെച്ച് വെറുതെ ഇങ്ങോട്ട് നടക്കും. ഇങ്ങോട്ട് ആ കാണുന്ന എന്റെ ആൾട്ടിയുടെ വീട്, അതിന്റെ തൊട്ടപ്പുറത്ത് മനുഷ്യരുടെ വീട്. മനസ്സിലാ